നീ ഇപ്പൊ എന്റെ കൂടെ വരുന്നോ അതോ ഇല്ലയോ? എന്തിനായിട്ടാ ഇപ്പൊ ചോദിക്കുന്നേ? വന്നില്ലെങ്കിൽ വലിച്ചഴിച്ച് കൊണ്ടുപോ. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പൊക്കോ. സോറി സാർ. എന്റെ ഓഫീസിൽ വന്ന് എന്റെ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് എന്റെ ചെകിടത്തടിച്ചല്ലേ? ഈ അഭിറാമിനെ ഞാൻ വെറുതെ വിടില്ല. ഇതിന് 1000 മടങ്ങ് ഞാൻ പ്രതികാരം ചെയ്യും. കരുതിയിരുന്നു അഭിറാം. കാർത്തിക വരാതിരുന്നു കഴിഞ്ഞാൽ സിറ്റുവേഷൻ വേഴ്സ് ആവില്ലേ ഭാവനെ? ഞാനും അത് ആലോചിക്കുന്നത് ഏട്ടാ. കാർത്തിക വന്നെങ്കിൽ കൊള്ളായിരുന്നു. ചെറിയമ്മ വരുന്നുണ്ട് വല്യച്ഛ. അമ്മ കൂട്ടിയിട്ട് വരുന്നുണ്ട്. നോക്ക്, അഖിലിന്റെ അവസ്ഥ എന്താണെന്ന് അങ്ങോട്ട് കാണ. നീ കാരണോ അഖിലിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്? ഞാനെന്ത് ചെയ്തുന്നാ? അഖിലെ കൈമുറിച്ചതിന് ഞാനാണോ കുറ്റക്കാരി? നീ കാരണോ അഖിലിന്റെ മനസ്സ് തകർന്നത്. നിന്നെ കുറിച്ച് ആലോചിച്ച് അവൻ ഡിപ്രഷനിലേക്ക് പോയി. നീ പറഞ്ഞ വാക്കുകൾ കേട്ട് അവന്റെ മനസ്സ് തകർന്നു പോയി. ജീവിക്കണമെന്നുള്ള ആഗ്രഹം പോലും ഇല്ലാതായിപ്പോയി. അതുകൊണ്ടാ മരിക്കാൻ അവൻ തീരുമാനിച്ചത്. വസുന്ധര, വെറുതെ ഹോസ്പിറ്റലിൽ എന്തിനാ പ്രശ്നം? അവള് വന്നില്ലേ? വിട്ടേക്ക്. അഖിലിന് എന്തെങ്കിലും സംഭവിച്ചാ നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ഏട്ടാ, ഡോക്ടർ എന്താ പറഞ്ഞേ? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ബി. ഇത്രയും നേരമായിട്ട് അഖില് കണ്ണു തുറന്നില്ല അബി. അത് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് പേടി. ചെറിയച്ഛനൊന്നും സംഭവിക്കില്ലല്ലോ അച്ഛാ. കണ്ണു തുറക്കുമല്ലോ അല്ലേ? ഡോക്ടർ, എന്റെ അനിയനിപ്പോ? ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. ബോധം തിരികെ കിട്ടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അഖില് തിരിച്ച് സ്വബോധത്തിലേക്ക് വരാൻ എത്ര സമയം എടുക്കും ഡോക്ടർ? ഇതിനു മുമ്പ് ബോധം തെളിയേണ്ടതായിരുന്നു. ഞങ്ങൾ കൊടുത്ത മെഡിസിൻസ് ഒന്നും റിയാക്ട് ചെയ്യുന്നതായി കാണുന്നില്ല. അയാൾക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് കണ്ണു തുറക്കാൻ കഴിയൂ. വെയിറ്റ് ചെയ്യുന്നതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഐ എം സോറി. ഈശ്വര, ഒരു തെറ്റും ചെയ്യാത്ത അഖിലിന്
എന്തിനാ ഇങ്ങനൊരു ശിക്ഷ കൊടുത്തത്? ജീവിതം അവസാനിപ്പിക്കണമെന്നൊരു തോന്നല് എന്തിനാ അവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചത്? അഖിൽ ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയാ. ജീവിതത്തില് അവൻ ഇതുവരെ ഒന്നും നേടിയിട്ടില്ല. എല്ലാരും അവനെ ലാളിച്ചു വളർത്തിയതാ. ഇപ്പൊ അഖിലിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ ദൈവമേ. ജീവിക്കണം എന്നുള്ള തോന്നല് അവനുണ്ടാക്കി കൊടുക്കണം. അഖിലിനെ രക്ഷിക്കണം ഭഗവാനെ. കാർത്തികയുടെ കുടുംബ ജീവിതം രക്ഷിക്കണേ ദൈവമേ. നമ്മുടെ കുടുംബത്തെ രക്ഷിക്കും, രക്ഷിക്കും. ഡോക്ടർ 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 വാട്ട് ഹാപ്പൻ? പേഷ്യന്റ് കോൺഷ്യസ് ആയി ഡോക്ടർ. അങ്ങനെയാണോ? വാ നോക്കട്ടെ. അഖിൽ, മിസ്റ്റർ അഖിൽ, അഖിൽ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കണ്ണു തുറക്കൂ. നിങ്ങൾക്കായി നിങ്ങളുടെ കുടുംബം മുഴുവൻ കാത്തിരിക്കുക. ബോധാവസ്ഥയിലേക്ക് വരൂ. അമ്മേ അമ്മേ, ചെറിയച്ഛൻ കണ്ണു തുറന്നമ്മേ. അങ്ങ് കൂടെയുണ്ട് ഭഗവാനെ. അഖിലിനെ അവിടുന്ന് രക്ഷിച്ചു. ഡോക്ടർ, അഖിലിനിപ്പോ പേഷ്യന്റിന് ബോധം തിരികെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ചെന്ന് കണ്ടോളൂ. താങ്ക് യു ഡോക്ടർ. വാ വസുന്ധര, പോയിട്ടാ. വാ. അഖിൽ, എന്തിനാക്കി ഇങ്ങനെയൊക്കെ ചെയ്തത്? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താകും? ഞങ്ങളുടെയൊക്കെ ഭാഗ്യം കൊണ്ടും ദൈവത്തിന്റെ കരുണ കൊണ്ടും നീ രക്ഷപ്പെട്ടിരിക്കുക. ഇല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ. സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് കത്തി ചോദിച്ചല്ലേ ചെറിയച്ഛ? അത് തെറ്റല്ലേ? എന്നെ പോലൊരു ചെറിയ കുട്ടിയെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാൻ പാടുണ്ടോ? അഖിൽ, നിനക്ക് എന്താ പറ്റിയ? നീ വളരെ ധൈര്യശാലിയായിരുന്നില്ലേ? എന്തിനാ ഇങ്ങനെയുള്ള വിഡിത്തമൊക്കെ കാണിച്ച്? എന്തിനാ നീ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചേ? നിനക്കെന്താടാ ഞങ്ങളൊന്നും ഇല്ലെന്നാണോ കരുതിയത്? ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോവാൻ നിനക്ക് എങ്ങനെയാടാ തോന്നിയത്? കുട്ടിക്കാലം തൊട്ട് തന്നെ സുഖദുഃഖങ്ങളെല്ലാം നമ്മൾ പകുത്തെടുത്തു. എന്താ അഖിലിത്? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? കുഞ്ഞുനാൾ മുതൽ ഞാൻ എൻ്റെ മകനെ പോലെയല്ലേ നിന്നെ നോക്കിയത്. ഇന്ന് ഞാൻ നിനക്ക് അന്യായിപ്പോയോ? ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ആരാ ഇവളെ വിളിച്ചത് ഇങ്ങോട്ട്?
ഇവളിവിടുന്ന് പോകാൻ പറയാം. ഇവളെ ഒറ്റയൊരുത്തി കാരണം ഞാൻ ചാവാൻ തീരുമാനിച്ചത്. ഇവളുടെ ടോർച്ചറിങ് സഹിക്കാൻ വയ്യാതെയാ ഞാൻ എന്റെ കൈ മുറിച്ചത് ഏട്ടാ. ഇവളോട് പോകാൻ പറയാം. ഇവളോട് പോകാൻ പറയാം. രാക്ഷസേ, ഇവളെന്റെ ജീവിതം നശിപ്പിച്ചോണ്ടിരിക്കുക. പോവാൻ പറയട്ടാ. അവൾ ഇവിടെ നിന്ന് പോകാൻ പറയാം. അഖിൽ, നീ ഒന്ന് സമാധാനിക്ക്. കാർത്തികയെ ഞാനാ കൂട്ടിക്കൊണ്ടുവന്ന്. വേണ്ട ഇടത്തി, അവളെ കണ്ടു കഴിഞ്ഞ് എനിക്ക് വീണ്ടും വീണ്ടും മരിക്കാൻ തോന്നും. ഇവളെന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. അഖിൽ, കൺട്രോൾ യുവർ സെൽഫ്. ഈ സമയത്ത് നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഒട്ടും നല്ലതല്ല. അവൾ നിന്റെ ഭാര്യയാണ്. അല്ല ഏട്ടാ, ഇവളെന്റെ ജീവിതത്തിന്റെ ശനിയാ. എന്നെ കൊല്ലാൻ വേണ്ടി വന്നിരിക്ക. അഖിൽ, ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല. വസുവേട്ടത്തി എന്നെ നിർബന്ധിപ്പിച്ച് കൊണ്ടുവന്നത്. നീ ഇപ്പൊ ഒന്നും പറയണ്ട, കുറച്ചേരം മിണ്ടാതിരിക്കേ. അവൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതിന് ഞാൻ കാരണക്കാരിയാകുന്നത് എങ്ങനെയാ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവൻ കാരണം ഞാൻ എത്ര തവണ സൂയിസൈഡ് ചെയ്യേണ്ടി വരുമായിരുന്നു. ഈ സമയത്ത് അങ്ങനെയൊന്നും സംസാരിക്കരുത് കാർത്തികേ. ഒന്ന് സമാധാനിക്ക്. ഇവൻ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കും? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എല്ലാ തെറ്റ് ചെയ്തത് നീയാടി. എല്ലാത്തിനും കാരണം നീയാ. നീയും നിന്റെ അമ്മയും കൂടി ചേർന്ന് എന്റെ ജീവിതം തന്നെ നരകതുല്യമാക്കി മാറ്റി. എന്റെ കുടുംബത്തെയും കഷ്ടപ്പെടുത്തുക. നിന്നെ നിന്നെ എന്ത് ചെയ്താലും മതിയാവില്ല എനിക്ക്. അഖിൽ, നിന്നെ 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 എനിക്ക് കൊല്ലണോടി. നീ നീ ജീവിച്ചിരിക്കാൻ പാടില്ല. അഖിൽ, നോ. നിന്നെ കൊല്ലൂടി. കൊല്ലും. അഖിൽ, നിന്നെ എനിക്ക് മിണ്ടാതിരിക്ക്. കാണണ്ട. കൊല്ലും നിന്നെ. കൊല്ലും. ഇവിടുന്ന് പോടി. കൊല്ലും. അഖിൽ, ഇവിടുന്ന് പോവാൻ പറയാ. ഹലോ, excuse me. കൊല്ലും. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? പേഷ്യന്റിനെ ഇമോഷണൽ ആക്കുകയാണോ വേണ്ടത്? ആദ്യം നിങ്ങൾ പുറത്തേക്ക് പോകണം. സോറി ഡോക്ടർ. കൂൾ അഖിൽ. നഴ്സ്, യെസ് ഡോക്ടർ. ഇയാൾക്കൊരു സെഡേഷൻ കൊടുക്കും. ശരി ഡോക്ടർ. ഡോക്ടർ, പേഷ്യന്റിനെ ഈ സമയത്ത് ഡിസ്റ്റർബ് ചെയ്യരുത്. അയാളുടെ കണ്ടീഷൻ വളരെ മോശമാണ്. നിങ്ങൾ കുറച്ച് സമാധാനമായിട്ടിരുന്നാലേ അയാൾ സുഖം പ്രാപിച്ചു വരൂ. വേറെ ആപത്തൊന്നും ഉണ്ടാവില്ലല്ലോ ഡോക്ടർ? നത്തിങ് ടു വറി. ഇന്നൊരു ദിവസം ഇവിടെ ഒബ്സർവേഷനിലിരിക്കട്ടെ. നാളെ ഡിസ്ചാർജ് ചെയ്തേക്കാം. പക്ഷെ അതുവരെ പേഷ്യന്റിനെ ആരും ഡിസ്റ്റർബ് ചെയ്യരുത്. ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ പോയ ശേഷം സംസാരിക്കാം. സുമിത്ര ചേച്ചിയുടെ സ്വത്ത് സ്വന്തമാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. നടന്നില്ല. കാർത്തികയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. അതും വർക്കൗട്ടായില്ല. അബിയോടും വസുവിനോടും പകവീട്ടണമെന്ന് വിചാരിച്ചു. അതിനാണ് ജോലിക്കാരനായി ചേർന്നത്. ജോലി ചെയ്യുന്നതല്ലാതെ പകവീട്ടാൻ പറ്റുന്നില്ല. എന്തോ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. ആരാ? രാജാ, ഞാൻ വന്നു. ഞാൻ ചത്തല്ലോ. എന്തിനാ ഈ സമയത്ത് വന്നിരിക്കുന്നേ? ഈ സമയത്തല്ലേ നിങ്ങൾക്കും എനിക്കും ഒരു പ്രൈവസി കിട്ടുന്നത്. ഓ, ദിവസവും ഇങ്ങനെ വരുന്നത് ശരിയല്ല. ഒരു ഫോൺ പോലും ചെയ്യാതെ ഇങ്ങനെ വന്നാലോ? ചോദിക്കാതെ കൊടുക്കുന്ന ഉമ്മയ്ക്ക് ആ മധുരം, പറയാതെ വരുന്നതാ പ്രണയം. ഈ സമയത്ത് സിനിമ ഡയലോഗൊക്കെ ആവശ്യമുണ്ടോ? രാജാ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ 2 സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞേ. അതെന്താണെന്ന് വെച്ചാ പറഞ്ഞു തൊലയ്ക്ക്. ആദ്യം ഇത്. നിങ്ങളും മദ്യം വാങ്ങി വന്നു? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിയതാ. രാജയ്ക്ക് മദ്യം ഒരുപാട് ഇഷ്ടമല്ലേ? ഇന്നലെ നമ്മൾ 2 പേരും ഒരുപാട് കുടിച്ചില്ലേ? ഇന്നത്തെ രാത്രിയിൽ നമുക്ക് 2 പേർക്ക് സന്തോഷമായിട്ട് കഴിക്കാം. അയ്യോ, ഇവരോട് ചേർന്ന് മദ്യപിച്ചാൽ എന്റെ ജീവിതം പോക്കാം. ഇല്ല, ഞാൻ മദ്യപാനം നിർത്തി. എന്തിനാ രാജ നിർത്തിയത്? ഞാൻ മദ്യപിക്കുമ്പോൾ എന്റെ തലയിലെഴുത്തുമായിരുന്നു. എന്റെ ജാതകം തന്നെ മാറുന്നു. അതെ രാജ, മദ്യം നമ്മളെ കൊല്ലും. എല്ലാരും ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും കുടി നിർത്തിയത് നന്നായി. ഇനി ഞാനും ഇത് കൈകൊണ്ട് തൊടില്ല. നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന 2ാമത്തെ ഗിഫ്റ്റ് എന്താണെന്ന് പറയാമോ? എനിക്കതിനുള്ള ക്ഷമയൊന്നുമില്ല. നിങ്ങൾ തന്നെ പറ. അത് ഞാനാ. ഇത് ഞാൻ
നിങ്ങൾക്ക് സമ്മാനമായിട്ട് വന്നതാ രാജ. അയ്യോ, ഇത് മദ്യത്തേക്കാൾ ആപത്താ. എന്താ പറയുന്നത് രാജ? നിങ്ങൾ മദ്യത്തേക്കാൾ ഡേഞ്ചർ എന്ന് പറയുക. നിങ്ങളെക്കാൾ ശനിയും ശല്യവും ചതിയുമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നോ? നീ എന്റെ രാജാവൊന്നല്ല, ഏതോ റൗഡിയാ, കൊലയാളിയാ. ഇപ്പൊ തന്നെ അബീനോടും വസുവിനോടും പറഞ്ഞ് നിന്റെ കഥ ഞാൻ അവസാനിപ്പിക്കും. നിന്നെ ഞാൻ കോടതി കയറ്റും, ജയിലിൽ അടപ്പിക്കും. ഇനി നിങ്ങൾക്ക് എന്റെ പ്രണയമല്ല, പ്രതികാരമായിരിക്കും കാണാൻ പോകുന്നത്. ഗുഡ് ബൈ. എന്താ രാജ, എന്തോ പറഞ്ഞായിരുന്നല്ലോ? ഒന്നുമില്ല. ഞാൻ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റായി വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. വേപ്പില തിന്നത് പോലെ മധുരിക്കുന്നു, പച്ചമുളക് തിന്നത് പോലുള്ള മധുരം. വളരെ സന്തോഷമായിരിക്കുന്നു. എനിക്കറിയായിരുന്നു രാജ നിങ്ങൾ സന്തോഷിക്കൂന്ന്. അതുകൊണ്ടാ നിങ്ങളെ നേരിട്ടൊന്ന് കണ്ട് ഈ കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചത്. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. പെട്ടെന്ന് വീട്ടിൽ വെക്കുള്ളൂ. എന്നോട് നിങ്ങൾക്ക് എന്തൊരു സ്നേഹാ രാജ. നിങ്ങളോട് എനിക്ക് സ്നേഹവും ഇല്ല, താല്പര്യവും ഇല്ല. രാത്രി നിങ്ങൾ റോഡിലിറങ്ങി നടന്നാലേ ആളുകൾ പ്രേതമാണെന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലും. ഐ ലവ് യു രാജ. ശരി, വിട്ടോളൂ. ഗുഡ് നൈറ്റ്. Don't touch me. നീ എന്നെ ടച്ച് ചെയ്യുമ്പോ വെറുപ്പ് തോന്നുന്നു എനിക്ക്. അതിന് മാത്രം അവൾ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ജോലിക്ക് പോകുന്നില്ലേ, അതാണ് ഞാൻ ചെയ്യുന്ന തെറ്റ്. ജോലിക്ക് പോകുന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത്? ജോലിക്ക് പോകുന്ന തെറ്റൊന്നുമല്ല. ഇവൾ ആർക്ക് വേണ്ടി ജോലിക്ക് പോകുന്നേ? അവൻ കാരണം ഏട്ടന്മാർക്ക് എന്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ. അവന് വേണ്ടിട്ട് ഇവള് എന്തൊക്കെയാ സംസാരിക്കുന്നേ? അതൊന്നും കേൾക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ സൂയിസൈഡ് പോലും ചെയ്യാൻ തീരുമാനിച്ചത്. നിന്റെ പേഴ്സണൽ പ്രോബ്ലംസ് എന്റെ തലയിൽ കെട്ടിവെക്കരുത്. നിന്നെ കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല, അതാ നീ ഡിപ്രസ്ഡ് ആകുന്നത്. ആ ഡിപ്രഷനിലാ നീ നിന്റെ കൈ മുറിച്ചത്. അതെന്റെ തെറ്റാണോ? എനിക്ക് ഈ അവസ്ഥ വന്നത് നീ കാരണമല്ലേടി. നിന്നെ സേവ് ചെയ്യാൻ നോക്കിയതുകൊണ്ടാ എനിക്കൊന്ന് അപകടം ഉണ്ടായത്. എന്നെ പറയാനായിട്ട് നിനക്ക് ആ ഒരു കാരണം മാത്രമേ ഉള്ളൂ. നീ കാരണം ഞാൻ എന്തുമാത്രം പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്തിട്ടുള്ളത്. നീ എന്ത് കഷ്ടമാടി സഹിച്ചോണ്ടിരിക്കുന്നേ? തിന്നത് എല്ലിന്റെ ഇടയിൽ കുത്തിട്ട് ഡാൻസ് കളിക്കാൻ. കം ഡൗൺ. നിന്റെ ഈ അഹങ്കാരമാണ് എനിക്ക് പിടിക്കാത്തത്. ഈ വീട്ടില് ആരെങ്കിലും എനിക്ക് ഇമ്പോർട്ടൻസ് തരുന്നുണ്ടോ? ഓഫീസില് എനിക്കൊരു ചെറിയ ജോലിയെങ്കിലും തന്നോ? ആരെങ്കിലും എന്റെ ടാലന്റ് കണ്ട് ഒരു ജോലി ഓഫർ ചെയ്താ നിങ്ങൾക്കാർക്കും അത് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനെപ്പറ്റി ഇപ്പൊ എന്തിനാ സംസാരിക്കുന്ന? ആഹാ, ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഡിസ്കഷൻ എന്തിനാണെന്ന് ചോദിക്കുന്നോ? വസു എന്ത് ചെയ്തു കാർത്തികേ? വസുവെടുത്തി മാത്രമല്ല ചെയ്തത്, ഭാവനയെടുത്തിയും വസുവെടുത്തിയും ചേർന്ന് അഖിലിനോട് എന്നെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അഖിലിന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചു. ഭാവനയും വസു അങ്ങനെയുള്ളവരൊന്നും അല്ല. ആര് എങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും നിങ്ങൾക്കില്ല ഭാസ്കരേട്ടാ. വീട്ടിൽ എന്താ നടക്കുന്നേന്ന് നിങ്ങൾക്കറിയില്ല.
കാർത്തിക നീ ഇപ്പോൾ റെസ്റ്റ് എടുക്ക. ഇപ്പൊ എന്തിനാ ഈ ടോപ്പിക്ക് കട്ട് ചെയ്യുന്നേ? ഞാൻ ആദിത്യയുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തത് നിങ്ങൾക്ക് പിടിച്ചില്ല, അതുകൊണ്ടാ. ആദിത്യയെ തല്ലാൻ കൈയൊങ്ങി. എന്നോടുള്ള ദേഷ്യം അയാളോട് നിങ്ങൾ കാണിച്ചു. അഖിലിനെ അവൻ അപമാനിച്ചിട്ടുണ്ട് കാർത്തിക. അതുപോലെ നിനക്ക് മനസ്സിലാകുന്നില്ലല്ലേ? ഇപ്പൊ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഏതോ ഒരു വിധത്തിൽ ആ ജോലി ഞാൻ റിസൈൻ ചെയ്തിട്ട് വരണം. ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനി അടച്ചു പൂട്ടേണ്ടി വരുമെന്ന പേടി. എന്താ മോളെ ഞങ്ങളുടെ കമ്പനി എന്നൊക്കെ? സംസ്കൃതി ഇവന്റ്സ് നിന്റെയും കൂടെ അല്ലേ? അതെങ്ങനെ എന്റെ കമ്പനിയാകും? നിങ്ങളുടെ കമ്പനിയില് കുറഞ്ഞ പക്ഷം ഒരു ചെയറെങ്കിലും എനിക്കുണ്ടോ? ഒരു ടേബിളെങ്കിലും ഉണ്ടോ? എന്തുണ്ട് അവിടെ? കമ്പനിയുടെ ചുമതലകളൊക്കെ അന്നേ നിന്നെ ഏൽപ്പിക്കാന്ന് പറഞ്ഞതല്ലേ കാർത്തിക? ഞാൻ ചോദിച്ചപ്പോ അതെനിക്ക് തരണമായിരുന്നു. നിങ്ങൾ ഭിക്ഷ തരികയാണെങ്കിൽ ഞാൻ എന്തിനത് വാങ്ങണം? ഇപ്പൊ അതിന്റെ ആവശ്യം എനിക്കില്ല. ഡിവോഴ്സിന് ശേഷം എന്റെ ജീവിതം എനിക്ക്. നിങ്ങളുടെ പക, പ്രതികാരം, വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ കാണിച്ചാൽ മതി. എന്റെ ജോലി കാര്യത്തിൽ നിങ്ങൾ തലയിടരുത്. ഞാൻ ജോലി ഉപേക്ഷിക്കില്ല. നിർബന്ധപൂർവ്വം ജോലി കളയിക്കാൻ നിങ്ങൾക്ക് റൈറ്റ്സ് ഇല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വീട് വിട്ട് പുറത്തേക്ക് പോകും. ഇറങ്ങി പോടി ഇവിടുന്ന്. നിന്നെ ആര് തടുക്കാനാ? കോടതി. നിങ്ങളുടെ ചെറിയ ഏട്ടത്തി അവരെ ജഡ്ജി മാഡത്തിനെ കൺവിൻസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ സമയത്തിനുള്ളിൽ ഡിവോഴ്സ് വാങ്ങി സന്തോഷത്തോടെ ഇരുന്നേനെ. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്റെ അടിമ ജീവിതം 1 മാസത്തേക്ക് നീട്ടി തന്നിരിക്കുകയാണ്. കാലാവധി കഴിഞ്ഞ ശേഷം ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. അതിനുശേഷം എന്റെ നിഴൽ പോലും ഈ വീട്ടിൽ കാണില്ല. എന്തിനാ എടുത്തി അന്ന് ജഡ്ജി മേഡത്തിനോട് ചോദിച്ചു 1 മാസം സമയം എടുത്തത്? എന്തിനാ എടുത്തി ഇപ്പൊ എന്നെ രക്ഷിച്ചത്? ഇവരുടെ വാങ്ങിയിരിക്കുന്ന മുഴുവൻ കേൾക്കാനോ? കേട്ട് കേട്ട് ഞാൻ മരിച്ചുകൊണ്ടിരിക്കാം. എല്ലാ പ്രശ്നത്തിനും മരണമല്ല പരിഹാരമാക്കിൽ. മരിക്കാനും മാത്രം നിനക്ക് ഇവിടെ ഒരു പ്രശ്നമില്ല. ജീവിക്കണമെന്നൊരാഗ്രഹം എനിക്കില്ല എടുത്തി. അഖിൽ, തെറ്റാണ്. ഈ ജീവിതം നമുക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അത് ഫേസ് ചെയ്യുക എന്നല്ലാതെ ഓടിപ്പോകണമെന്നോ മരിക്കണമെന്നോ ചിന്തിക്കരുത്. നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങൾ നോക്കിക്കോളാം. ദയവേത് മരണത്തെക്കുറിച്ചുള്ള ആലോചന മനസ്സിൽ നിന്ന് കളയി. നിനക്ക് എന്ത് കുറവുണ്ടായിട്ട് നീ മരിക്കാൻ നടക്കുന്നേ? നിനക്ക് ഞങ്ങൾ എല്ലാവരും ഇല്ലേ അഖിൽ? നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നിനക്ക് എത്ര പ്രായമായി? നിന്റെ പ്രായത്തിലുള്ള ഒരാള് ഇങ്ങനെയൊക്കെയാണോ ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ടത്? നീ ജീവിതകാലം മുഴുവൻ വീൽ ചെയറിൽ ഇരിക്കാൻ പോകുന്നില്ല അഖിൽ. എന്നെങ്കിലും ഒരു ദിവസം നീ എഴുന്നേറ്റ് നടക്കൂ അഖിൽ. ശരീരം മുഴുവൻ തളർന്നു പോയാലും ശരി, വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ബഹിരാകാശത്തെക്കുറിച്ച് റിസർച്ചുകൾ നടത്തി വിജയിച്ച സ്റ്റീഫൻ ഹോക്കിങ്സിനെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അദ്ദേഹത്തിന് വന്നൊരവസ്ഥ നിനക്കുണ്ടായിട്ടില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു കുറവുകളും നിന്റെ വിജയത്തെ ബാധിച്ചിട്ടില്ല അഖിൽ. ആവശ്യമുള്ളതൊക്കെ നേടിയെടുക്കാനുള്ള വാശി നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നീ നിന്നെ വിശ്വസിക്കണം അഖിൽ. ഇനി ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഒരിക്കലും വരരുത് അഖിൽ. നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നീ ഞങ്ങളിൽ ഒരാളാണ്. നീ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളും ഇല്ല അഖിൽ. ചെറിയച്ഛന് ഞങ്ങൾ എല്ലാരും ഉണ്ടല്ലോ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയേ? ധൈര്യമായിട്ടിരിക്കും ചെറിയച്ഛ. ഇനിയെങ്കിലും ചെയ്യില്ല എന്നാ പ്രോമിസ് ചെയ് ചെറിയച്ഛ.